രുദ്ര എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അതിന്റെ സംവിധായകനാണ് നമ്മളോട് ഉള്ളത്, സജീവ് സാറാണ്. സർ, നമസ്കാരം. രുദ്ര ഇപ്പോൾ റിലീസ് ആവാൻ പോവാണ്. അപ്പോ എന്താണ് രുദ്ര? ഒരു ഒറ്റ വരിയിൽ പറയുകയാണെങ്കിൽ രുദ്ര എന്താണ്? രുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ മനസ്സിലുള്ളത് ഇന്ത്യൻ സാഹചര്യമാണ്. ഇന്ത്യൻ സാഹചര്യമാണോ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യമാണോ? ഇന്ത്യൻ സാഹചര്യം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത്രേ സാമൂഹിക വ്യവസ്ഥ എന്ന് പറയാം. പക്ഷേ രുദ്ര എന്ന് പറയുന്നത് ഒരു കഥയുണ്ട് അതിന്, സിനിമാപരമായിട്ട്. പക്ഷെ എൻ്റെ മനസ്സിലെ ആശയം ജനങ്ങളിലേക്ക് എത്തിയെങ്കിൽ ഞാൻ വിജയിച്ചു. രുദ്ര എന്ന് പറഞ്ഞ ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു അതിജീവനത്തിന്, ഒരു സ്ത്രീയുടെ അതിജീവനത്തിൻ്റെ കഥയാണ്. അതിജീവനം മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മള് ഈ അതായത് പിന്നെ മാനസികപരമായ വെല്ലുവിളികൾ പോലും. അതിജീവനം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ കുടുംബത്തിൽ അതിജീവിക്കാനുള്ള, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു സ്ത്രീ ജീവിക്കുന്നത്, രണ്ട് തരത്തിലുണ്ടല്ലോ. അപ്പൊ ഇത് പറയുന്നത് എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ പ്രകൃതി ശക്തികളോടും സാമൂഹ്യ വ്യവസ്ഥിതികളോടും ഒരേ സമയം മല്ലടിക്കുന്ന, പോരാടുന്ന പിടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ കഥ, ആ യുവതിയുടെ കഥയാണ്. ഇപ്പോ സാറിന്റെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കണ്ണകിയാണ് ആദ്യം എഴുതിയത്. ഇപ്പോ കണ്ണകി, അത് കഴിഞ്ഞിട്ട് കൗസ്തുഭം സംവിധാനം ചെയ്തു. ഇപ്പോ എല്ലാത്തിലും ഈ പറയുന്ന പോലെ ഒരു സ്ത്രീ, ശക്തമായിട്ടുള്ള സ്ത്രീ ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് അങ്ങനെ എഴുതി വരുമ്പോൾ വരുന്നതാണോ, അതോ മനഃപൂർവ്വം തന്നെ അങ്ങനെ ഒരു സ്ത്രീ, എന്താ പറയുക, സ്ത്രീപക്ഷ സിനിമകൾ എഴുതണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ എഴുതുന്നതാണോ? അത് സത്യത്തിലേ അല്ല, ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ മനസ്സിലങ്ങനെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണോ? ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ പിന്നെ ഇപ്പം കവിതയോ കഥയോ പാട്ടൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഈ സ്ത്രീ മനസ്സിലൂടെ കയറി പോകുന്നുണ്ടല്ലോ. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല, ഈ വൈകാരിക അനുഭൂതികളെയും അതിൻ്റെ വിസ്ഫോടനങ്ങളെയൊക്കെ കാണിക്കാൻ ഏറ്റവും അനുയോജ്യമായതും ശക്തമായും പറയാൻ പറ്റുന്നത് ഈ സ്ത്രീ മനസ്സുകളിലൂടെ തന്നെയാണ്. അതാണ് ഞാൻ അങ്ങനെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഒരു പുരുഷന രീതിയിൽ കൂടുതൽ ഒരു പുരുഷന്മാരുടെ ഇത് പറയുമ്പോഴാണോ എളുപ്പം, അതോ സ്ത്രീകളുടെ പറയുന്നതാണോ? ഞാൻ ചോദിച്ചാൽ അതൊരു വെല്ലുവിളിയാണല്ലോ, ഒരു എഴുത്തുകാരെന്ന രീതിയിലും കൂടി ഒരു വെല്ലുവിളി ഉണ്ടല്ലോ. അത് അങ്ങനെ ഇല്ല ശരിക്ക്. പക്ഷേ പിന്നെ ഒരു പുരുഷ കേന്ദ്രീകൃത അല്ലെ സ്ത്രീ കേന്ദ്രീകൃത സംഭവം അങ്ങനെയൊന്നും എനിക്കില്ല. പക്ഷേ ഇവരുടെ ഈ മനസ്സുകളുണ്ടല്ലോ, അതിൻ്റെ ഉയർച്ച താഴ്ചകൾ, അതിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു വല്ലാത്ത ഒരു എന്താ പറയാ, എഴുത്തുകാരൻ അനുഭവിക്കുന്ന ഒരു സുഖമാണോ, ഒരു എൻജോയ്മെന്റ് ആണോ? അത് ശരിക്കും അങ്ങനെ പറയാൻ പറ്റും. എൻജോയ്മെന്റിനേക്കാൾ കൂടുതൽ വേദനയാണ് അതിലുണ്ടാകുന്നത്. എന്താ പറയാ, അത് സംത്രാപ്സം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നത് വെച്ചാൽ അത് പ്രേക്ഷകരിൽ ശരിക്കും ഉണ്ടല്ലോ, പ്രേക്ഷകരിലേക്ക് ശരിക്കും പ്രോസസ്സിന്റെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈ എല്ലാ ഭാവങ്ങളും നിറഞ്ഞു വരും. ഏതാ പറയുന്നത്, സ്ത്രീ എന്ന് പറയുന്നത് ഈ നമ്മൾ പറയുന്നില്ലേ, മാതൃഭാവമുണ്ട്. അതേസമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിവർത്തനങ്ങൾക്ക് പാത്രമാവുന്ന സ്ത്രീ മനസ്സാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അതെനിക്ക് പിന്നെ സ്ത്രീ കഥാപാത്രങ്ങൾ എഴുതണം എന്നുള്ളതിൽ അങ്ങനെയല്ല, പരിവർത്തനങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതെല്ലാം മേഖലകളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. കാരണം നമ്മൾ കാണുന്ന ഒരു ചട്ടക്കൂടിലേക്ക് ഒതുങ്ങി നിൽക്കുന്നതല്ല സത്യത്തിൽ സ്ത്രീ, അല്ലേ? അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. വല്ലാത്തൊരു വിസ്ഫോടനാത്മകമായ രീതിയിലാണ് ഇപ്പോഴത്തെ ഈ സ്ത്രീ സമൂഹത്തിന്റെ ഒരു പോക്ക്. അത് എഴുത്തിലായാലും ശരി, ഭാഷയിലായാലും ശരി, പൊളിറ്റിക്സിലായാലും ശരി, മറ്റേത് കാര്യത്തിലായാലും ശരി, അവർ അതിശക്തമായൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. സത്യസന്ധമായിട്ട് ഉണ്ട്. അത് സിനിമയിലൂടെ പറയുമ്പോൾ ആ സിനിമ മനോഹരമാക്കും. നിങ്ങൾ പല സിനിമകളും എടുത്തു നോക്ക്, എത്ര നായകന്മാർ എന്ത് സംഭവം കഴിഞ്ഞാലും ശരി, അതിലെ കഥയുടെ പിന്നെ റൂട്ട്, അതിൻ്റെ ഇത് പോകുന്നത് കറക്റ്റ് ഇതിലൂടെയായിരിക്കും. മലയാളത്തിൽ വിജയിച്ച സിനിമകൾ തന്നെ എല്ലാം നോക്കിയോ, നോവലുകൾ നോക്കിയോ, ഒരുപാട്. ഇപ്പം ഞാൻ പറയാം, മഹാഭാരതം എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ദ്രൗപദിയുടെ മനസ്സുണ്ടായിരുന്നു സംഭവത്തിൽ, ഇല്ലേ? MT യുടെ മഞ്ഞെടുത്ത് നോക്കും. സിനിമകൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ സിനിമകൾ നോക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ തന്നെ ഈ മനസ്സുണ്ടല്ലോ, അതാണ് അത്. നമ്മൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഇതിനെ പറയാൻ ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പ്രകൃതി ദേവി എന്നൊക്കെ വിളിക്കുന്നത്. അതാണ് അതിൻ്റെ സംഭവം.